എല്ലാവർക്കും ഷീവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെല്ലിയാമ്പതി പോകുന്ന വഴി അതിൻ്റെ ചെക്ക് പോസ്റ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള പോത്തുണ്ടി ഡാമിൻ്റെയും നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡാമിൻ്റെയും അതിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിൻ്റെയും വിശേഷങ്ങളാണ്. ഹിൽ വ്യൂ റിസോർട്ട്. വളരെ ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ പോലും പ്രകൃതി രമണീയമായ ആ സ്ഥലം വളരെ ടാലൻറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള വളരെ സുന്ദരമായ കുറച്ച് കാഴ്ചകളും കാണും. ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രി പോയിന്റ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 1-2 ഇൻഡിവിജ്വലായിട്ടുള്ള ഹണിമൂൺ കോട്ടേജസ് കാണാം വെള്ളത്തിൻ്റെ നടുവിൽ. അതുകൂടാതെ ഒരു 4-5 റൂം ഉള്ള 2 നിലയിലുള്ള ഒരു ഗ്രൂപ്പിന് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റൂംസും ഉണ്ട്. പക്ഷേ ഈ ഇൻഡിവിജ്വലായിട്ട് ഈ വെള്ളത്തിൻ്റെ നടുവിൽ കണ്ട കോട്ടേജസ് വളരെ കൗതുകം ഉണർത്തുന്നതായിരുന്നു. അതുകൂടാതെ അതിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ വയലുകളാണ് ചുറ്റുമുള്ളത്. പനകളും കാണാം അതിൻ്റെ ഇടയ്ക്കിടെ. അതുകൂടാതെ ഇപ്പോൾ വിത്തിടുന്ന സമയം കുറച്ച് കിളുത്ത് വരുന്ന സമയമായതുകൊണ്ട് കണ്ണെത്താത്ത ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നത് കാണാം. അതുകൂടാതെ അതിന് ചുറ്റുമുള്ള വെള്ളം ഒക്കെ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് യൂസ്ഫുള്ളായി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റിയുടെ കോലാഹലങ്ങളിൽ നിന്നും ഒറ്റപ്പാടുകളിൽ നിന്നൊക്കെ മാറി 1-2 ദിവസം താമസിക്കണം, സ്വച്ഛമായി ഇരിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലീൻ്റെ കൂടെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഗ്രാമങ്ങൾ കണ്ട് പരിചയമില്ലാത്ത കുട്ടികളും ഒക്കെ ഉള്ളവർക്ക് അവരെ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കൂടെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നി എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ.
പോത്തുണ്ടി ഡാമിലേക്കുള്ള എൻട്രി പോയിൻ്റാണിത്. ഒരു ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കൂടെ നടന്ന് സ്റ്റെപ്സ് കയറി അതിൻ്റെ മുകളിലാണ് പോത്തുണ്ടി ഡാം. അതിന് അപ്പുറത്തെ വശത്ത് കാണുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം.